മന്ത്രിയല്ല. പോറ്റിയെ കയറ്റത് ഏതോ മന്ത്രിയാണ്, പോറ്റിയെ കയറ്റിയത് ഏതോ ബോർഡ് മെമ്പറാണ്, ഏതോ ചെയർമാൻ പ്രസിഡന്റാണ് എന്നെല്ലാം പറഞ്ഞ് പ്രതിഫലിച്ച് പാട്ടും പാടി നടന്ന കോൺഗ്രസ്സുകാർ ഇപ്പൊ പറയുന്നത് പോറ്റിയെ കയറ്റിയത് തന്ത്രിയാണ് എന്ന് ആര് കണ്ടെത്തി? കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ്. സാധാരണ ഒരു അന്വേഷണം തുടങ്ങിയാൽ അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ ചാർജ് ഷീറ്റ് സമർപ്പിക്കുകയാണ്. ഇവിടെ അങ്ങനെയല്ല. എല്ലാ ആഴ്ചകളിലും 1-2 ആഴ്ച കൂടുമ്പോൾ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി അടച്ചിട്ട കോടതിയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിക്കുകയാണ്, എന്തായി കാര്യങ്ങൾ, എവിടം വരെ എത്തി, ആരെയൊക്കെ അറസ്റ്റ് ചെയ്തു, ആരൊക്കെയാണ് കുഴപ്പക്കാർ എന്നന്വേഷിക്കുന്ന അത്ര കൃത്യതയുള്ള ഒരന്വേഷണത്തിൽ ഈ പറയുന്ന മോഷ്ടാവായ പോറ്റിയെ ക്ഷേത്രത്തിൽ കൊണ്ടുവന്നതും അവിടെ അകത്ത് കയറ്റിയതും തന്ത്രിയാണ് എന്ന് പറയുമ്പോൾ കുറെ ആളുകൾ പറയുന്നു അങ്ങനെയല്ല, ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾ കേസിൽ പ്രതിയാകണം. അതാണ് ഇപ്പൊ ഇവിടുത്തെ രാഷ്ട്രീയം. ഞങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്ന അയാൾ കേസിൽ പ്രതിയാകണം. എന്തൊക്കെ കുറ്റം ചെയ്തു എന്ന് UDF-ഉം BJP-യും ഒരേ സ്വരത്തിൽ പറയുന്നു. അവർ ആ കുറ്റം ചെയ്തു എന്ന് സമ്മതിക്കണം. അത് പറ്റൂ. ഈ രാജ്യത്തൊരു നീതിന്യായ വ്യവസ്ഥയുണ്ട്. അവിടെ സത്യസന്ധമായി മാത്രമേ ഒരു ഗവൺമെന്റ് പെരുമാറാൻ പറ്റൂ. മാത്രമല്ല, സർക്കാർ സ്വാധീനിക്കപ്പെടുന്ന ഒരു അന്വേഷണമല്ല, സംസ്ഥാന സർക്കാരിനോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പോലും ഇടപെടാൻ കഴിയുന്ന ഒരു അന്വേഷണമല്ല ശബരിമല വിഷയത്തിൽ നടക്കുന്നത്. ശബരിമലയിൽ ഒരു ക്രമക്കേട് നടന്നിട്ടുണ്ട് എങ്കിൽ അത് കണ്ടെത്തുമ്പോൾ കോടതി മുമ്പാകെ തന്നെ അത് വരികയും അവരെ ആരാണോ കുറ്റക്കാർ അവർ ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. ഒരു തെരഞ്ഞെടുപ്പിൽ മറ്റൊന്നും, ഞാൻ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എല്ലാ സ്ഥലത്തും പോയി നോക്കി. BJP-ക്കും കോൺഗ്രസിനും ഒരേ സ്വരം പറയാനുള്ളത് ആ ശബരിമല 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 ശബരിമല. ആരാണ് ശബരിമലയിൽ സ്വർണം കട്ടതെന്നും കൊടിമരത്തിന് മുകളിലിരുന്ന വായുവാഹനം വരെ അടിച്ചുകൊണ്ട് പോയത് ആരാണെന്നും ഇപ്പോൾ ദിവസങ്ങൾ കഴിയുന്നവരും തിരഞ്ഞുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി തെറ്റായി ധരിപ്പിച്ചതിന് കേരളത്തിലെ ജനങ്ങളോട് UDF-ഉം BJP-യും ഒരേ സ്വരത്തിൽ മാപ്പ് പറയേണ്ട സമയമായിട്ടുണ്ട്.